അവസാനം എന്തായി? കുന്തായി. 85 ലക്ഷം ഹവാല ഇടപാടുന്നത് 85 കോടി എന്ന് ഇഡി പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി പഞ്ച് കിട്ടിയേനെ. ലീഗ് MLA മാരുടെ വീടുകൾ പരിശോധിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 100 കോടി ഹവാല ബിസിനസിന്റെ രേഖകൾ കിട്ടും. ഇതിപ്പോ പറ്റേ കുറഞ്ഞല്ലോ. ഇഡി, നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? ഖുർആനിലെ സ്വർണ്ണക്കടത്ത് ആരോപിച്ച് പത്രദൃശ്യ മാധ്യമങ്ങളും UDF-ഉം എനിക്കെതിരെ പ്രചരിപ്പിച്ചതൊക്കെ പെട്ടെന്ന് മറന്നോ? എരപ്പൻ ജലീലിൻ്റെ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പിൻ്റെ തുടക്കം മാത്രമാണ് ഞാൻ വായിച്ചത്. അതിന് താഴെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ സീമന്തപുത്രി, ഈ പറയുന്ന ജലീലടക്കമുള്ള കൃമികീടങ്ങളുടെ രാജകുമാരി, ആ രാജകുമാരി ഈ പറയുന്ന ED പരിശോധനയിൽ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ വന്ന ഒരു പ്രസ് റിലീസ് ഉണ്ടായിരുന്നു, EDയുടെ പ്രസ് റിലീസ്. ആ പ്രസ് റിലീസിൽ ED പറഞ്ഞ ചില കാര്യങ്ങൾ, 85 ലക്ഷം രൂപയോളം കേരളത്തിൽ നിന്ന് ദുബൈയിലേക്ക് കൈമാറി. ആ പണം കൈമാറിയിരിക്കുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷനിലൂടെയല്ല എന്ന് പറഞ്ഞാൽ അത് നിയമവിധേയമായിട്ടല്ല കൈമാറിയിരിക്കുന്നത്. അത് ഹവാല പണം ഇടപാടിലൂടെയാണ് ആ 85 ലക്ഷം രൂപ കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് EDയുടെ പ്രസ് റിലീസ്. ആ പ്രസ് റിലീസ് പുറത്തു വന്നപ്പോൾ ഈ പറയുന്ന രാജകുമാരി 8 നിലയിൽ പെട്ടു എന്ന് മനസ്സിലാക്കിയ കൃമികീടത്തിൻ്റെ ഒരു കരച്ചില. ജലീലിനോട് തിരിച്ചൊരൊറ്റ ചോദ്യം. കഴിഞ്ഞ 10 വർഷക്കാലം ഈ പറയുന്ന ജലീൽ MLA ആയിരുന്നല്ലോ, ഈ പറയുന്ന ജലീൽ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നല്ലോ, ഈ പറയുന്ന ജലീലിൻ്റെ തന്ത പിണറായി വിജയനായിരുന്നല്ലോ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, ഈ പറയുന്ന ജലീലിൻ്റെ തന്ത പിണറായി വിജയനായിരുന്നല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. എന്തേ ജലീലെ ഈ കഴിഞ്ഞ മെയ് 18 വരെ പിണറായി വിജയൻ തന്നെ ആയിരുന്നല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ മെയ് 18 വരെ 10 വർഷം തുടർച്ചയായി അധികാരത്തിലിരുന്നിട്ടും എന്തേ ഒരു ലീഗുകാരൻ്റെ ലീഗ് MLA-യുടെ വീട് റെയ്ഡ് ചെയ്ത് ഈ കള്ളപ്പണം പിടിക്കാൻ അല്ലെങ്കിൽ ഹവാല പണം പിടിക്കാൻ ജലീലിന് സാധിച്ചില്ല? ജലീലിൻ്റെ രാജാവിന് സാധിച്ചില്ല? എന്തേ അതിന് സാധിക്കാതെ പോയത്? ഇപ്പോൾ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ, കസേര നഷ്ടപ്പെട്ടപ്പോൾ, ഭരണം നഷ്ടപ്പെട്ടപ്പോൾ തുടങ്ങിയ ക്രിമികടിയാ എന്ത്? ഈ സീമന്തപുത്രി കുഴൽപ്പണം ഇടപാട് നടത്തി എന്ന് ഒരു വാർത്ത വരുമ്പോൾ എന്തേ ജലീല് ലീഗുകാരൻ്റെ വീട്ടിൽ ഇതിലും വലിയ കുഴൽപ്പണമുണ്ട്? ജലീലെ, ഇവിടെ 85 ലക്ഷമെന്നോ 85 കോടിയെന്നോ 85 ഉറുപ്യ എന്നോ എന്നുള്ളതല്ല വിഷയം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പിണറായി വിജയൻ്റെ സീമന്തപുത്രി, നിന്റെ രാജകുമാരി, നിന്റെ തന്തയുടെ പുത്രി, അവള് കള്ളക്കടത്ത് നടത്തി എന്നുള്ളതാണ്, കള്ളപ്പണം ഇടപാട് നടത്തി എന്നുള്ളതാണ്, ഹവാല മണിയുടെ ഭാഗമായി എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയം. ആ വിഷയം ചെറുതല്ല, അത് ഗുരുതരമാണ് എന്ന് ഈ കൃമികീടം എരപ്പൻ അറിയാം. അത് എരപ്പൻ അറിയാണ്ടല്ല, എരപ്പന് മറ്റൊന്നും പറഞ്ഞ് വിഷയം പറയാനില്ല. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ 85 ലക്ഷം കണ്ടു എന്നുള്ള EDയുടെ പ്രസ് റിലീസ്, ഈ ഹവാലയുടെ പണമിടപാട് നടത്തി എന്നുള്ളതിന് തെളിവുണ്ട് എന്നുള്ള EDയുടെ പ്രസ് റിലീസിൽ ജലീലിന് എന്തില്ല, പ്രതികരണമൊന്നുമില്ല. ജലീൽ പറഞ്ഞത് അത് കുറഞ്ഞു പോയി, 85 അതിന് പഞ്ച് പോരാന്നാ, അത്രേ പറയുന്നുള്ളൂ. പിന്നെ പറയുന്നതെല്ലാം ലീഗാരെ വീട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഹവാല പണം ഇടപാടുണ്ടാകും, അവിടെ 100 കോടി കണ്ടെത്താൻ കഴിയും ചുരുങ്ങിയത് എന്നൊക്കെയാണ്. ഈ അൽപ്പൻ്റെ ഇരട്ടത്താപ്പ്. എന്നാ പിന്നെ നിനക്ക് ഈ ലീഗാരെ വീട്ടിൽ നോക്കിയാൽ ഇതൊക്കെ കാണാൻ കഴിയും എന്നറിയുന്ന അൽപ്പ, നീയല്ലേ MLA കസേരയിലായിരുന്നില്ലേ? 5 വർഷക്കാലം മന്ത്രി കസേരയിലുണ്ടായിരുന്നില്ലേ? 5 വർഷക്കാലം ആഭ്യന്തരം ഭരിച്ചത് പിണറായി അല്ലേ? എന്തേ അൽപ്പ ഒന്ന് റെയ്ഡ് നടത്താത്തത് ലീഗുകാരൻ്റെ വീട്ടിൽ? ലീഗുകാരൻ്റെ വീട് റെയ്ഡ് നടത്തിയിട്ട് ഒരു 100 കോടി അങ്ങ് പിടിച്ചുകൂടെയിരുന്നോ? പൊതു ഖജനാവിന് അത്ര ലാഭം ഉണ്ടാവുമായിരുന്നല്ലോ. കുറേ ലീഗുകാരെ പിടിച്ച് അകത്തിടുകയും ചെയ്യായിരുന്നല്ലോ. എന്തിന് നീ ഇങ്ങനെ 8 നിലയിൽ പൊട്ടില്ലായിരുന്നല്ലോ അന്നത് ചെയ്തിരുന്നെങ്കിൽ, അല്ലേ? അങ്ങനെ നീ നടത്തിയിരുന്നെങ്കിൽ ലീഗുകാരെ വീട്ടിൽ നിന്ന് ഹവാല പണമൊക്കെ പിടിച്ചിട്ട് ഒരു ഹീറോയായിട്ട് നിനക്ക് ഇപ്പോഴും കേരളത്തിൻ്റെ നിയമസഭയിൽ ഇരിക്കാമായിരുന്നില്ലേ? എന്തേരപ്പാ നീ ചെയ്യാതിരുന്നത്?
അപ്പോൾ നിന്റെ ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന, ഇപ്പം നീ തന്ത എന്ന് വിളിക്കുന്നത് പിണറായി വിജയനെയാ. നിന്റെ കുറേ കാലങ്ങൾ നീ അപ്പൻ തന്ത എന്ന് വിളിച്ചത് മറ്റൊരാളെയായിരുന്നു. എന്നാൽ ഇപ്പം നീ തന്ത എന്ന് വിളിക്കുന്നത് വിജയനെയാ എന്ന് പറഞ്ഞാൽ അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഏർപ്പാട്, ഇതൊന്നും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മനസ്സിലാകില്ല എന്നോ? സീമന്ത്രപുത്രി കുടുങ്ങുമ്പോൾ ലീഗാറിൻ്റെ വീട്ടിലും ഹവാല പണമുണ്ടെന്നുള്ള രാഷ്ട്രീയ ആരോപണം അടിസ്ഥാനരഹിതമായ വെറും ചെറ്റത്തരം വിളിച്ചു പറയുന്ന തൊണ്ടിയാവല്ലേ എടോ ജലീലെ. അല്പമെങ്കിലും ഒരു രാഷ്ട്രീയ പക്വത കാണിക്ക്. പിണറായി വിജയന്റെ മകളെ ഇത്തരം കേസിൽ പിടിക്കപ്പെടുമ്പോൾ അതിന് മറുപടി ലീഗുകാരൻ്റെ വീട്ടിൽ ഹവാല പണം ഉണ്ട് എന്നുള്ളതല്ല. ഈ പിണറായി വിജയന്റെ മകൾ ആരാ? പാർട്ടിയുടെ അംഗമാണോ? പാർട്ടിയുടെ ഔദ്യോഗിക മെമ്പറാണോ? മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? പാർട്ടിക്ക് വേണ്ടി എന്ത് പണിയാണ് ഈ പിണറായി വിജയന്റെ മകൾ എടുത്തിട്ടുള്ളത്? കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പ് വരെ ഈ പറയുന്ന വീണയെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാമായിരുന്നോ? എന്തിന് പാർട്ടിക്കാർക്ക് അറിയാമായിരുന്നോ? പാർട്ടിക്കാർ ഈ വീണയെ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഈ കഴിഞ്ഞ 10 വർഷം എന്തിന് ഈ പറയുന്ന ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ, വിഴിഞ്ഞം ബോർഡ് മീറ്റിങ്ങുകൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്ററിൽ ഒക്കെ വീണ പ്രത്യക്ഷപ്പെട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ വളരെ കൃത്യമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കലും കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും നടത്തിയിട്ട് വന്നിരുന്നിങ്ങനെ മെഴുകല്ലടോ എരപ്പ. അല്പമെങ്കിലും ഉളുപ്പെന്ന് പറയുന്നത്, ചോറ് തിന്നുന്നവൻ്റെ ബുദ്ധിയെങ്കിലും, അത് പറയാൻ പാടില്ല. കാരണം എന്താ? ചോറല്ലല്ലോ തിന്നുന്ന വിജയൻ്റെ തീട്ടമാണല്ലോ. ആ വിജയൻ്റെ തീട്ടം തിന്നുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ അല്ലേ? 43 വയസ്സുള്ള ഈ പറയുന്ന വീണ വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം, അതായത് അതങ്ങ് മൈനസ് ചെയ്താൽ 33 വയസ്സ് വരെ ആരും കണ്ടില്ല. ഇനി ഈ പറയുന്ന വോട്ടവകാശവും ഒക്കെ കിട്ടിയതിന് ശേഷം 18 മുതൽ 33 വയസ്സ് വരെയുള്ള കൊല്ലം, അതായത് 15 വർഷം എവിടെയായിരുന്നു? പാർട്ടി ആഫീസിലുണ്ടായിരുന്നോ? പാർട്ടി പ്രവർത്തനത്തിനുണ്ടായിരുന്നോ? പാർട്ടിയുടെ സമരങ്ങൾക്കുണ്ടായിരുന്നോ? പാർട്ടിയുടെ പ്രക്ഷോഭ പരിപാടികൾക്കുണ്ടായിരുന്നോ? പാർട്ടി സമ്മേളനങ്ങളിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലല്ലോ. ഈ കഴിഞ്ഞ 10 വർഷമല്ലേ, അതായത് 33 വയസ്സിന് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷക്കാലമല്ലേ ഈ അധികാര കേന്ദ്രങ്ങളിൽ വീണയെ കണ്ടത്? കൃത്യമായിട്ട് സർക്കാർ സംവിധാനങ്ങളെയും തൻ്റെ തന്തയുടെ ഈ പറയുന്ന കസേരയെയും ഓഫീസിനെയും ഉപയോഗപ്പെടുത്തിയിട്ട് കള്ളപ്പണം ഇടപാടും കൊള്ളയും കൊള്ളിവെപ്പും ഒക്കെ നടത്തിയിട്ട് ഇപ്പം ഇന്ന് വന്നൊരു റിപ്പോർട്ടുണ്ട്. ഈ പറയുന്ന ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് കോഴിക്കോടിലൊരു ഓഫീസ് മുറി, പന്തീരങ്കാവിൽ ആഫീസ് മുറി എടുത്തതിന് ശേഷം ഇന്നീ നിമിഷം വരെ ആ ആഫീസ് തുറന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായിട്ട് അടച്ചിട്ടിരിക്കുന്ന മുറിക്ക് എല്ലാ മാസവും വാടക കൊടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം വരെ വാടക കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത് വാർത്തയായപ്പോൾ അതിൻ്റെ ഷട്ടറിൽ, ആ കടമുറിയുടെ ഷട്ടറിൽ കൊണ്ടുവന്നിട്ട് ഒരു A4 ഷീറ്റിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തു. ലേക്കർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് A4 ഷീറ്റിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എവിടെ? ഷട്ടറിന് മുകളിൽ പതിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് കമ്പനി, ആ കടലാസ് കമ്പനിയുടെ പേരിൽ അടിച്ചു മാറ്റിയത് കേരളത്തിൻ്റെ, നിങ്ങൾ ആലോചിക്കണം, കൊറോണ കാലത്ത്, കോവിഡ് കാലത്ത് ഈ പറയുന്ന 1500 രൂപയുടെ PPE കിറ്റ് 1500 രൂപക്ക് വാങ്ങിയതടക്കം ഈ ലേക്കർ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ കൊള്ള എത്രത്തോളമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ 500 രൂപയുടെ സാധനം, കേരളത്തിലെ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയ സാധനം, 500 രൂപക്ക് വിറ്റുകൊണ്ടിരുന്ന സാധനം 1500 രൂപക്ക് വീണയുടെ കമ്പനിയിൽ നിന്ന് വാങ്ങി. എന്നിട്ട് എരപ്പം പറയാണ് ലീഗുകാരൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയാൽ 100 കോടി രൂപയെങ്കിലും കിട്ടും. എടോ ഉളുപ്പില്ലടോ തനിക്ക്? അല്പമെങ്കിലും ഉളുപ്പ്. നിന്റെ ഈ ഇരട്ടത്താപ്പ് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ മന്ത്രിസഭയിലുണ്ടായിരുന്നില്ലേ? ആദ്യത്തെ 5 വർഷം മന്ത്രിയായിരുന്നില്ലേ? 5 വർഷം പൂർത്തീകരിച്ചില്ല, അത് മറ്റൊരു കാര്യം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ 5 വർഷം നിയമസഭയിൽ MLA ആയി ഉണ്ടായിരുന്നില്ലേ? എന്തേ നീ അത് ചെയ്യാതിരുന്നത്? ഇത് ചെയ്തിരുന്നെങ്കിൽ 16-ൽ 16 മലപ്പുറത്ത് ആനമൊട്ടയിലേക്ക് പോകില്ലായിരുന്നല്ലോ ജലീലെ. അറ്റ്ലീസ്റ്റ് നീയെങ്കിലും ജയിച്ചിരുന്നില്ലേ?
എന്തേ ചെയ്യാതിരുന്നത്? ലീഗുകാരൻ്റെ വീടുകൾ കേന്ദ്രീകരിച്ച് ഒരു റെയ്ഡ് നടത്താതിരുന്നത് എന്തേ പിണറായി വിജയനും സംഘവും? ഷാജിയുടെ വീട്ടിൽ റെയ്ഡ് നടത്താൻ ED റെക്കമെൻഡ് ചെയ്ത ഈ പറയുന്ന പിണറായി വിജയൻ എന്തേ ലീഗുകാരുടെ ബാക്കിയുള്ള വീടുകളിൽ ഈ 5 വർഷത്തിൽ ഇതൊന്നും നടത്തിയില്ല? എന്നിട്ട് ഷാജിയുടെ വീട് റെയ്ഡ് നടത്തിയിട്ട് എത്ര കോടി കിട്ടി ജലീലെ? ഷാജിയുടെ വീട്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്, അത് ഷാജി തിരിച്ചു വാങ്ങിയിട്ടുമുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന്. ഒരു നയാ പൈസ കുറയാതെ ഷാജി എണ്ണി മേടിച്ചിട്ടുണ്ട് അത് തിരിച്ച്. അപ്പോൾ ഈ പറയുന്ന ഹവാല പണം ഷാജിയുടെ വീട്ടിലുണ്ടായില്ലേ? ഷാജിയുടെ വീട്ടിലാണല്ലോ ഇപ്പം നിങ്ങൾ റെയ്ഡ് നടത്തിയത്. ഇനി നടത്താത്ത കുറേ ആൾക്കാരുണ്ടായില്ല, അവരെ വീട് കൂടി നടത്തിക്കൂടായിരുന്നോ? എന്തേ അത് ചെയ്യാതിരുന്നത്? പരാജയപ്പെട്ട്, ആഭ്യന്തരം നഷ്ടപ്പെട്ട്, ഭരണം നഷ്ടപ്പെട്ട്, കസേര നഷ്ടപ്പെട്ട്, എന്തിന്? കെട്ടിയോനും കൂടിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ജലീലിൻ്റെ ഗതികേട് എത്രത്തോളാണെന്ന്. കെട്ടിയോനും കൂടിയിട്ട് AKG സെൻറ്ററിൽ ചെന്ന് മെമ്പർഷിപ്പ് എടുക്കുക. എന്തേ കാരണം? ഇനി മുന്നോട്ട് പോകണമെങ്കിൽ മെമ്പർഷിപ്പ് വേണം. 20 കൊല്ലം എടുക്കാതിരുന്ന മെമ്പർഷിപ്പ് ഇപ്പം ജലീലെടുത്തു. എന്തേ ജലീലെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു റെയ്ഡ് ലീഗുകാരൻ്റെ വീട്ടിൽ നടത്താതിരുന്നത്? അപ്പോൾ ഇത്രയും ബുദ്ധിശൂന്യതായ ഒരു ഉളുപ്പെന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സീമന്തപുത്രിക്കെതിരെ സീമന്തപുത്രി അകത്താകും എന്നുള്ള ഒരു ഘട്ടത്തിൽ വന്നിരുന്നിട്ട് ചെറ്റത്തരം വിളിച്ചു പറയാൻ അല്പമെങ്കിലും ഉളുപ്പെന്ന് പറയുന്നത് നിനക്കുണ്ടടാ? ഒരു കാര്യം പറയുമ്പോൾ അതിന് രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അതിനൊരു മര്യാദയൊക്കെ വേണ്ടേ? മര്യാദയുടെ അടിസ്ഥാനത്തിലാവേണ്ടേ ഇതൊക്കെ, അല്ലേ? അപ്പോൾ ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പേപ്പട്ടി കുരക്കും പോലെ കുരക്കുക. ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം മറ്റൊന്നല്ല. കാരണം എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന ചിത്രത്തിൽ കാണുന്ന സംഭവമാണ്. എന്ത്? തവനൂരിൽ 8 നിലയിൽ പൊട്ടി. അതുതന്നെയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ വീണയുടെ വീട്ടിൽ നിന്ന് ഹവാല പണമിടപാടിൻ്റെ രേഖകൾ ED കണ്ടെത്തിയതിന് ലീഗുകാരൻ്റെ വീട്ടിൽ ഹവാല പണം ഉണ്ടെന്ന്. എന്നാൽ പിന്നെ 10 വർഷക്കാലം ഭരണം ഉണ്ടായിട്ട് ഒരു ലീഗുകാരൻ്റെ വീട്ടിലെങ്കിലും ഒന്ന് റെയ്ഡ് നടത്തിക്കൂടെ ഇരുന്നോ? 100 കോടിയിലധികം ഉണ്ടെന്നാണ് ജലീൽ പറയുന്നത്. അൽപ്പൻ എന്നല്ലാതെ വേറെ എന്ത് പറയാനാ ഇവനെ?